പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കേസെടുത്തു. പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ ദൃശ്യം ഒന്ന് കാണാം. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുകയാണ്. സമീർ, ഇതുവരെ ഒരു കേസെടുക്കാൻ പോലീസ് ആലോചിച്ചിട്ടില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ കേസെടുക്കാൻ തീരുമാനിച്ചു. എന്താണ് ഇതിന്റെ പിന്നിലെ ചേതവികാരം? SKN വെള്ളിയാഴ്ച രാത്രി ഉണ്ടായിട്ടുള്ള സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അതിന് പിറകെ ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തേടുകയായിരുന്നു. ആ വേളയിലാണ് ഡിപ്പാർട്ട്മെന്റിലെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള നിന്മേഷ് പകത്തിലുള്ള ദൃശ്യങ്ങൾ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ പരിശോധിച്ചത്. ആ വേളയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സ്ഫോടക വസ്തു എറിയുന്ന ദൃശ്യങ്ങൾ കൂടി ലഭിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഫോടക വസ്തു നിരോധന നിയമപ്രകാരമുള്ള പുതിയ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കലാപാഹ്വാനം, പോലീസ് ഉദ്യോഗസ്ഥരുടെ ജീവന് ഹാനി വരുത്തുന്ന വിധത്തിലുള്ള അക്രമം, അത്തരത്തിലുള്ള വിവിധ വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയിട്ടുള്ള വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട്. ആ വിധത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഈ സ്ഫോടക വസ്തു പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിലേക്ക് എറിഞ്ഞു എന്നുള്ളതും, അതോടൊപ്പം തന്നെ അത് പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ നടുവിലേക്ക് ചെന്ന് വീഴുകയും അത് ഉഗ്ര ശബ്ദത്തോടു കൂടെ പൊട്ടുകയും ചെയ്തു. അതിനുശേഷമാണ് പിന്നീട് ഈ അനിഷ്ട സംഭവങ്ങളെല്ലാം തന്നെ ഉണ്ടായത് എന്ന കാര്യം കൂടി പോലീസിന്റെ FIR വ്യക്തമാക്കുന്നുണ്ട്. അതിന് പിറകെയാണ് വലിയ സംഘർഷം ഉണ്ടാവുകയും വടകര MP കൂടിയായിട്ടുള്ള ഷാഫി പറമ്പിലിനെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പേരാമ്പ്ര പോലീസ് പുതിയ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടികൾ ഈ വിഷയമായി പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടി ആരംഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പരിശോധിച്ചതിനൊടുവിലാണ് അക്കാര്യം ബോധ്യപ്പെടുകയും അതിനൊടുവിലാണ് ഇപ്പോൾ പുതിയ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.